ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ച് സ്വീറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് യൂട്യൂബിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞായറാഴ്ച ഭയങ്കര തിരക്കായിരുന്നു. എന്താ ഇന്നത്തെ തിരക്കെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതിന് മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. ലോങ് ആണെങ്കിലും ഷോർട്ട് ആണെങ്കിലും ദിവസവും ഇടുന്നുണ്ട് കേട്ടോ. ഷോർട്ട് ഒരു 2-3 ഇട്ടുണ്ട്, ലോങ് ഒന്നൊക്കെ ആയിട്ട് ഇടും. കാരണം നമുക്ക് 2 ചെറിയ ഉണ്ണികളല്ലേ, അവർക്കൊക്കെ വാശി പിടിക്കാത്ത നേരത്തൊക്കെ ഒന്ന് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. എന്തായാലും ഡെയിലി ഷോർട്ട് ഇടുന്നുണ്ട്, ലോങ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം മുടങ്ങാതെ കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിയിക്കണം. ഒപ്പം സപ്പോർട്ട് ചെയ്യണം, ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് കുറവാണ് കേട്ടോ. അപ്പം മാക്സിമം എല്ലാവരും ഞായറാഴ്ച ദിവസമാണ് നമ്മുടെ ഹസ്ബൻഡിന് ലീവ്. ആൾ കുന്നംകുളത്ത് ചെറിയൊരു കെമിക്കൽസിൻ്റെ ഷോപ്പ് നടത്തുകയാണ് കേട്ടോ. ഭാവന തിയേറ്ററിൻ്റെ അടുത്ത് സീലാൻഡ് കെമിക്കൽസ്. അപ്പോൾ നമ്മൾ സാധാരണക്കാരാണ്, ചെറിയൊരു വീടാണ് കേട്ടോ. അപ്പം നമുക്ക് കാലങ്ങളായിട്ട് ഇവിടേക്ക് വഴി കാര്യങ്ങളൊന്നുമില്ല, അതായത് ബൈക്ക് മാത്രം വരുന്നൊരു വഴിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു പുരോഗമനം ഇന്നുണ്ടായിട്ടോ. ഇനി വണ്ടികളൊക്കെ വരും. അപ്പോൾ നമ്മുടെ വഴിയൊക്കെ സെറ്റാക്കിയിരുന്നു. ഇന്ന് 2 ബംഗാളി ചേട്ടന്മാരും പിന്നെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ആൾക്കിന്ന് ലീവല്ലേ. അപ്പോൾ നമ്മൾ വഴി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ദിവസം രാവിലെ നമ്മുടെ തുമ്പിമോൾ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഓരോ 9 മണി നേരത്ത് പോകും പാട്ട് പഠിക്കുക. ഒപ്പം പണിക്കാർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിക്കും തിരക്കായിരുന്നു ഇന്ന്. പിന്നെ വീഡിയോസൊന്നും ശരിക്കും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അതും പറയട്ടെ. നമ്മൾ റിച്ച് മോൻ 1.25 വയസ്സായിട്ടുള്ളൂ. തുമ്പിമോൾക്ക് 4 വയസ്സായി. അപ്പോൾ റിച്ച് മോനാണെങ്കിൽ ഇന്ന് ഭയങ്കര വാശിയായിരുന്നു. എന്ത് വാശിയെന്നാണ് പറയേണ്ടതെന്ന് അറിയോ. അങ്ങനെ പണിയെടുക്കുന്ന ചേട്ടന്മാർക്കൊക്കെ ഫുഡ് കൊടുത്ത്, ഫുഡും ചായയൊക്കെ കൊടുത്ത്, പിന്നെ കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് റിച്ച് മോനാണെങ്കിൽ പൂച്ചകളെ നല്ല ഇഷ്ടം കേട്ടോ. കാക്കാന്ന് പറയുക പൂച്ചനെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. പൂച്ചയുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്നപ്പോൾ കുട്ടികളുടെ അടുത്തിരുന്നത് അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുതിയ വീഡിയോസുമായി വരും കേട്ടോ. വീഡിയോസുമായി കാണാം കേട്ടോ. ദെൻ ബൈ, ഗുഡ് നൈറ്റ് കേട്ടോ.